സഹൃദയരെ, ഞാൻ ബാലു പൂക്കാട്. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനമാണല്ലോ. എഴുത്തിൻ്റെ സുൽത്താൻ്റെ ഓർമ്മദിനം. സ്വന്തം ജീവിതം സ്വന്തം ഭാഷയിൽ എഴുതി മലയാള കഥയുടെ സുൽത്താനായി തീർന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മദിനം. 1994 ജൂലൈ 5 അദ്ദേഹം നമ്മെ വിട്ടുപോയി. എങ്കിലും മലയാള സാഹിത്യത്തിൻ്റെ ആകാശങ്ങളിൽ അത് എന്നും വായനയുടെ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. വായനക്കാരെ കേവല ആഹ്ലാദത്തിൽ നിന്ന് ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന സവിശേഷമായൊരു രചനാ ശൈലിയായിരുന്നു ബഷീർ. കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 ജനിച്ച് കോഴിക്കോട് ബേപ്പൂരിൽ 1994 ജൂലൈ 5 അവസാനിച്ച 86 വർഷങ്ങൾ. രസകരവും സാഹസികവുമായിരുന്നു ആ ജീവിതം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ് ആ ജീവിതത്തിൻ്റെ വഴിത്തിരിവായത്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിലുടനീളം കണ്ടെത്തിയ ജീവിത സത്യങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ കഥകളിലൂടെ പുറത്തു വരികയായിരുന്നു. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ കുറിച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയമായി മാറുകയായിരുന്നു. സാഹിത്യത്തിൽ അദ്ദേഹം പുതിയ ഭാഷ സൃഷ്ടിക്കുകയായിരുന്നു. അനുഭവങ്ങളെ വിവരിക്കാൻ നിഘണ്ടുവിൽ പോലുമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു. ജീവിതഗന്ധിയായ കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുമാണ് ആ കഥകളെ സമ്പന്നമാക്കിയത്. അനുഭവങ്ങളുടെ തീവ്രതയോടെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അത് സ്പർശിച്ചു. പല നാടുകളിൽ പല വേഷങ്ങളിൽ ലോകം ചുറ്റുന്നതിനിടയിൽ പല ഭാഷകളും പഠിച്ചു. മനുഷ്യദുരയും തീവ്ര ദാരിദ്ര്യവും നേരിൽ കണ്ടു. സ്വന്തം അനുഭവങ്ങളാണ് തൻ്റെ സൃഷ്ടികളിൽ അദ്ദേഹം ആവിഷ്കരിച്ചത്. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക്, ബാല്യകാല സഖി, പ്രേമലേഖനം, പാത്തുമ്മയുടെ ആട്, വിഡ്ഢികളുടെ ലോകം, പാവപ്പെട്ടവൻ്റെ വേശ്യ, നീലവെളിച്ചം, ഭൂമിയുടെ അവകാശികൾ, വിശപ്പ്, നേരുന്നുണയും എന്നിങ്ങനെ എത്രയെത്ര ശബ്ദങ്ങൾ ബഷീറിൻ്റെതായ ശൈലിയിൽ മലയാള സാഹിത്യത്തിന് മുതൽക്കൂട്ടായി. ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്തു ആ സൃഷ്ടികൾ അത്രയും. ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും കഥാപാത്രങ്ങളായി വന്ന് സമൂഹത്തിന് നേരെ ഹാസ്യത്തിൽ പൊതിഞ്ഞ ചോദ്യങ്ങൾ വിമർശനാത്മകമായി ചോദിക്കുകയായിരുന്നു ബഷീറിലൂടെ. എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നോടും തന്നെ സൃഷ്ടിച്ച സമൂഹത്തോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം 100% ശരിയായിരുന്നു. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഞാനായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുവരെ ജാതി കൊണ്ടും സാമൂഹ്യ പദവി കൊണ്ടും സമൂഹത്തിൽ ഉയർന്ന ജീവിതം നയിച്ചവരുടെ കഥകൾ വായിച്ച സമൂഹത്തിന് ബഷീർ നൽകിയ പുതിയ ഊർജം ചെറുതല്ല. അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ മുഴുവൻ ബഷീർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ എന്ന് പ്രൊഫസർ MN വിജയൻ മാഷ് പറഞ്ഞത് അതുകൊണ്ടാണ്. ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് പ്രൊഫസർ MK സാനു മാഷ് ബഷീറിനെ പറ്റി പറഞ്ഞതും അതുകൊണ്ടാണ്. കൂട്ടിച്ചേരുമ്പോൾ രണ്ടാവുകയല്ല, ഒന്നായി തീരുകയാണ് വേണ്ടതെന്ന സ്നേഹത്തിൻ്റെ തത്വമാണ് ബഷീർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബഷീർ തനിക്ക് ആരായിരുന്നു എന്ന് MT ഓർമ്മിക്കുന്നുണ്ട്. വെറും മനുഷ്യൻ്റെ പരിവേഷമാണ് ബഷീർ. ഞാൻ നന്ദി പറയുന്നു ഈ മനുഷ്യനോടല്ല, പിന്നിട്ട നെടുമ്പാതയിൽ എവിടെയോ ഒരു വഴിത്തിരിവിൽ മുന്നിൽ വന്നു നിന്ന ഒരനർഘ നിമിഷത്തിന്. എൻ്റെ വരിപ്പറമ്പിൽ തണലും തണുപ്പും സുഗന്ധവും ഇത്തിരി വട്ടത്തിൽ തരുന്ന ഈ പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഷീറിനെ MT പൂരിപ്പിക്കുന്നത്. സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാങ്കോശിൻ മരച്ചുവട്ടിലെ ചാരുകസയിൽ ചാരിയിരുന്ന് ഗ്രാമഭവനിൽ സോജ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിൻ്റെ ഈ സുൽത്താൻ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.